പ്രിയ കൂട്ടുകാരെ, ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലിൻ്റെ 4ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഇതിനു മുൻപുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സന്ദർശിച്ച് അതൊന്ന് കേട്ടതിന് ശേഷം ഇത് കേൾക്കാൻ ശ്രമിക്കുമല്ലോ. അതുപോലെ തന്നെ കഥയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കഥ കേട്ടു തുടങ്ങാം. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി, സെപ്റ്റംബർ 28. പ്രൊഫസർ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊന്നും എനിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനാവുന്നില്ല. കക്ഷിക്ക് മാനസിക വിഭ്രാന്തിയുണ്ട് എന്ന് പോലും തോന്നിപ്പോകും. ഏതായാലും ഞാൻ അദ്ദേഹത്തെ സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. സെപ്റ്റംബർ 29. ഇന്നലെ രാത്രി കൃത്യം 10 മണിക്ക് തന്നെ ആർത്തറും ക്വിൻസിയും ഞാനും പ്രൊഫസറുടെ റൂമിൽ എത്തി. ആർത്തറെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ പ്രൊഫസർ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഏറെ വൈകാരികതയോടെ പറഞ്ഞു, ആർത്തർ, മനുഷ്യരാശിയുടെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം താങ്കളോട് ആവശ്യപ്പെടുകയാണ്. താങ്കൾ അതിൻ്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊള്ളണം. എന്നിട്ട് എനിക്ക് പിൻബലം നൽകി എൻ്റെ ഒപ്പം നിൽക്കുമോ? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറയൂ. ഞാൻ അനുസരിക്കാം, ആർത്തർ പറഞ്ഞു. താങ്കൾ എൻ്റെ ഒപ്പം ലൂസിയുടെ കല്ലറയിലേക്ക് വരണം. കല്ലറ തുറന്ന് ശവപ്പെട്ടി തുറക്കണം. ഇത്രയും കേട്ടപ്പോൾ തന്നെ ആർത്തറുടെ മുഖത്ത് കോപം ഇരച്ചു കയറി. എന്ത് അസംബന്ധമാണ് പ്രൊഫസർ താങ്കൾ പറയുന്നത്? കുഴിമാടത്തിൽ പോലും അവൾക്ക് സ്വൈര്യം കൊടുക്കില്ലെന്നാണോ? ഞാൻ പറയുന്നത് താങ്കൾ ക്ഷമയോടെ കേൾക്കണം. ലൂസി മരിച്ചെങ്കിലല്ലേ കുഴിമാടത്തിലെ സ്വൈര്യത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. അവൾ യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ലെങ്കിലോ? ലൂസി മരിച്ചിട്ടില്ലെന്നോ? അപ്പോൾ നമ്മളൊക്കെ ചേർന്ന് അവളെ ജീവനോടെ കുഴിച്ചുമൂടുകയായിരുന്നോ? മരണമെന്നാൽ നിത്യശാന്തിയിലേക്കുള്ള കവാടമാണ്. അങ്ങനെയെങ്കിൽ മരിച്ച ലൂസിക്കും നിത്യശാന്തി ലഭിക്കണം. അല്ലാതെ ജീവിക്കുന്ന ഒരു പ്രേതമായി അവൾ അലയുന്നത് താങ്കൾ ആഗ്രഹിക്കുമോ? ജീവിക്കുന്ന പ്രേതമോ? താങ്കൾ എന്താ ഭ്രാന്ത് പുലമ്പുന്നോ? ഭ്രാന്തല്ല, സത്യം. നമുക്കറിയാത്ത പല സത്യങ്ങളും ഈ ലോകത്തുണ്ട്. യുക്തിക്ക് അതീതമായ പലതും. അതിലൊന്നാണ് ലൂസിയുടെ ഇപ്പോഴത്തെ മരിച്ചിട്ടും മരിക്കാതെ അലയേണ്ടി വരുന്ന അവസ്ഥ. അവളെ അതിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ആ ശിരസ് മുറിച്ചു മാറ്റണം. അതിന് താങ്കൾ എന്നെ അനുവദിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവളുടെ ശരീരം വികൃതമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ലോകം മുഴുവൻ പകരം തന്നാലും ഈ ദുഷ്ടതയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കുകയില്ല. എൻ്റെ ലൂസി മരിച്ചതും മറവ് ചെയ്തതും എല്ലാവർക്കും അറിയുന്ന നഗ്നസത്യമാണ്. ഇനി അതുമിതും പറഞ്ഞ് അന്ധവിശ്വാസങ്ങളുടെ പേരിൽ അവൾക്ക് കുഴിമാടത്തിലും സ്വൈര്യം കൊടുക്കാത്ത ഒരു പ്രവൃത്തിയോടും ഞാൻ സഹകരിക്കുകയില്ല. ആർത്തർ പരിക്കൻ ശബ്ദത്തിൽ പറഞ്ഞത് കേട്ട് പ്രൊഫസർ നിരാശനായില്ല. താങ്കളെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. ഒരു കാമുകൻ്റെ ഹൃദയം കാണാൻ എനിക്ക് കഴിയും. ഇത്രയല്ല, ഇതിലധികം പറഞ്ഞാലും ഞാൻ അതിശയിക്കില്ല. പക്ഷേ ലൂസിയുടെ വേർപാടിൽ താങ്കൾ ദുഃഖിതനാകുന്നത് പോലെ അവളുടെ മരണാനന്തര ശാന്തിയെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. കുഴിമാടത്തിൽ ഇപ്പോൾ അവൾ സ്വാസ്ഥ്യം അനുഭവിക്കുന്നില്ല. അവളുടേതല്ലാത്ത കുറ്റത്തിന് അവൾ അവിടെ ശിക്ഷിക്കപ്പെടുകയാണ്. ഞാൻ പറയുന്നത് താങ്കൾ വിശ്വസിക്കേണ്ട. സ്വന്തം കണ്ണുകൾ കൊണ്ട് അവളുടെ സ്ഥിതി എന്താണെന്ന് കണ്ട് ബോധ്യപ്പെടാനെങ്കിലും താങ്കൾ എന്നോടൊപ്പം വരുമോ? പ്രൊഫസറുടെ നിർബന്ധപൂർവമായ അപേക്ഷ മാനിച്ച് ആർത്തർ ഞങ്ങൾക്കൊപ്പം ലൂസിയുടെ കല്ലറയിലേക്ക് വരാൻ തയ്യാറായി. പ്രൊഫസർ കല്ലറ തുറന്ന് ശവപ്പെട്ടി തുറന്നപ്പോൾ അത് ശൂന്യമായിരുന്നു. അത് കണ്ട് ആർത്തർ ഞെട്ടിത്തെറിച്ചു. കഴിഞ്ഞ ദിവസം ഞാനും പ്രൊഫസറും കൂടി വന്നതും പെട്ടി തുറന്നപ്പോൾ ഇതേപോലെ ശൂന്യമായി കണ്ടതും പിന്നീട് അടുത്ത രാത്രി വന്ന് തുറന്നു നോക്കിയപ്പോൾ ലൂസിയുടെ സുന്ദരമായ ശരീരം ഉറങ്ങിക്കിടന്നിരുന്നതും മറ്റും ഞങ്ങൾ ആർത്തർക്ക് വിശദീകരിച്ചു കൊടുത്തു. സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ച വിശ്വസിക്കാതിരിക്കാൻ ആർത്തറിന് കഴിയില്ലല്ലോ. തൻ്റെ കാമുകി മനുഷ്യസാധാരണമായ രീതിയിലല്ല ഇപ്പോഴുള്ളതെന്ന് ചിന്തിക്കാൻ അയാളുടെ യുക്തിചിന്തയും തടസ്സമായില്ല. സാധാരണ മരണമായിരുന്നെങ്കിൽ അഴുകിത്തുടങ്ങിയ മൃതദേഹമാണ് പെട്ടിയിൽ കാണേണ്ടിയിരുന്നത്. പകരം പെട്ടി ശൂന്യമായി കണ്ടപ്പോൾ അയാൾക്ക് പ്രൊഫസറെ വിശ്വസിക്കുകയേ മാർഗമുണ്ടായിരുന്നുള്ളൂ. ഇതേ പെട്ടിയിൽ കഴിഞ്ഞ രാത്രി ഉറങ്ങുന്ന സുന്ദരിയായ അവളെ ഞാനും പ്രൊഫസറും കണ്ട വിവരം കൂടി കേട്ടപ്പോൾ ആർത്തർ സർവ്വ യുക്തിവിചാരങ്ങളും കൈവെടിഞ്ഞിരിക്കും. പ്രൊഫസർ വിശുദ്ധ കുരിശപ്പം കൊണ്ട് കല്ലറയിലെ വാതിൽ വിടവിലും മറ്റും വിടവടച്ചു. വെളുത്തുള്ളിപ്പൂക്കളും ചുറ്റുപാടും വിതറിയിട്ടു. പ്രേതം ഇനിയും അകത്തു കിടക്കാതിരിക്കാനുള്ള മുൻകരുതലാണിതൊക്കെ എന്ന് അദ്ദേഹം ഞങ്ങളോട് പറയുകയും ചെയ്തു. തുടർന്ന് ഞങ്ങളെല്ലാവരും പള്ളിവളപ്പിന് പുറത്തു കിടന്ന് ഒരു ഭാഗത്ത് മറഞ്ഞു നിന്നു. നല്ല നിലാവുണ്ടായിരുന്നു. കുറേ സമയം നിശബ്ദമായി കടന്നുപോയി. പെട്ടെന്ന് പ്രൊഫസർ ഒരു ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഞങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചു. അതാ, കറുത്ത വസ്ത്രം കൊണ്ട് ആകെ മൂടിയ ഒരു രൂപം അടുത്തു വരുന്നു. നിറനിലാവിൽ മാലാഖയെപ്പോലെ സുന്ദരിയായ അവളെ എല്ലാവരും വ്യക്തമായി കണ്ടു. അവൾ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ശിശുവിൻ്റെ കരച്ചിൽ ഞങ്ങൾ എല്ലാവരും കേട്ടു. ആ മുഖത്തെ ഭീതിതമായ പൈശാചിക ഭാവം നിലാവിൽ ഞങ്ങൾ വ്യക്തമായും കണ്ടു. പ്രൊഫസർ അവളുടെ മുഖത്ത് നന്നായി വെളിച്ചം വീഴും വിധം വിളക്ക് തിരിച്ചു പിടിച്ചു. വിളക്കിൻ്റെ പ്രകാശത്തിൽ ബീഭത്സമായ ആ മുഖം എല്ലാവരും
നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടു. ചോരച്ചുവപ്പാർന്ന ചുണ്ടുകൾ, കടവായിലൂടെ ഊറിയിറങ്ങിയ രക്തം കവിളിലൂടെ ചാലുവെച്ചൊഴുകുന്നു. ഞങ്ങളെ കണ്ടതോടെ അവൾ കോപാകുലയായി. കുഞ്ഞിനെ അവൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആർത്തറെ തിരിച്ചറിഞ്ഞ അവൾ പറഞ്ഞു, എൻ്റെ പ്രിയനെ, വരൂ, എന്നെ ആലിംഗനം ചെയ്യൂ, എനിക്കൊരു ചുടുചുംബനം തരൂ. അത് കേട്ട് ഒരു സ്വപ്നാടകനെ പോലെ ആർത്തർ അവളുടെ അടുത്തേക്ക് നടന്നു. അത് കണ്ട് പ്രൊഫസർ മുന്നോട്ട് വന്ന് അവർക്കിടയിൽ ഒരു കുരിശുമായി നിന്നു. കുരിശ് കണ്ടതും ഷോക്കടിച്ചതുപോലെ ലൂസി പിന്നോക്കം മാറി. അവളുടെ മുഖത്ത് വീണ്ടും കോപം ഇരച്ചു കയറി. 2 കണ്ണുകളും അഗ്നിഗോളങ്ങൾ പോലെ ജ്വലിച്ചു. രക്തദാഹിയായ അവൾ ഓരോരുത്തരെയും മാറി മാറി നോക്കി. എല്ലാവരുടെയും ചോര കുടിക്കാനുള്ള ആർത്തിയായിരുന്നു ആ നോട്ടത്തിൽ പ്രകടമായത്. ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിന്ന ആർത്തറോട് പ്രൊഫസർ ചോദിച്ചു, ഇപ്പോൾ താങ്കൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. ഇനി പറയൂ, എന്താണ് വേണ്ടത്? ഇനിയൊന്നും ആലോചിക്കാനില്ല. അങ്ങയുടെ തീരുമാനമനുസരിച്ച് എന്തു വേണമെങ്കിലും ചെയ്യാം. അത് കേട്ട് പ്രൊഫസർ കല്ലറയുടെ വിടവുകളിൽ വച്ചിരുന്ന കുരിശപ്പൂവും വിതറിയിട്ടിരുന്ന വെളുത്തുള്ളിപ്പൂക്കളും എടുത്തു മാറ്റി. ഒരു മിന്നൽ പോലെ ലൂസി അതിനുള്ളിലേക്ക് മറയുന്നത് അവിശ്വസനീയതയോടെ ഞങ്ങൾ കണ്ടു നിന്നു. ഇന്നിനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പ്രൊഫസർ ഞങ്ങളെയും കൂട്ടി പുറത്തേക്ക് പോന്നു. അദ്ദേഹം തന്നെ ആ കുഞ്ഞിനെ എടുത്ത് ബീറ്റ് പോലീസുകാർ കാണത്തക്ക വിധം കിടത്തി. അല്പസമയത്തിനുള്ളിൽ മറിഞ്ഞു നിന്ന് ഞങ്ങളെ കാണാതെ പോലീസുകാരൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി. ആർത്തറും കിൻസിയും എന്നോടൊപ്പം പോന്നു. അങ്ങനെ ആ ഭയങ്കര രാത്രി അവസാനിച്ചു. സെപ്റ്റംബർ 29 രാത്രി 1 മണിയോടെ ഞങ്ങൾ എല്ലാവരും കൂടി പള്ളിവളപ്പിലെത്തി. കല്ലറ വാതിൽ തുറന്ന് പ്രൊഫസർ അകത്തു കയറി. പിന്നാലെ ഞങ്ങളും കയറി. പ്രൊഫസർ വിളക്ക് കൊളുത്തി 3-4 വലിയ മെഴുകുതിരികളും ചുറ്റും കത്തിച്ചു വെച്ചപ്പോൾ നല്ല പ്രകാശമായി. പ്രൊഫസർ ശവപ്പെട്ടിയുടെ മൂടി മാറ്റി. അതാ സുന്ദരിയായ ലൂസി ഉറങ്ങിക്കിടക്കുന്നു. അത് കണ്ടപ്പോൾ ആർത്തറിന് എന്തൊക്കെയോ വിഭിന്ന വികാരങ്ങളാവും തോന്നിയിരിക്കുക. പാവം, എനിക്ക് അയാളോട് വല്ലാത്ത അനുകമ്പ തോന്നി. ആ സുന്ദര ശരീരത്തെ അയാൾ ഇപ്പോഴും ആരാധനയോടെയാവും കാണുന്നത്. പക്ഷേ അവളൊരു പൈശാചിക സത്വം മാത്രമാണെന്നും അയാൾക്ക് മനസ്സിലായിരിക്കുന്നു. എങ്കിലും ശരീരം വികൃതമാക്കുന്നത് കണ്ടു നിൽക്കാൻ ആ സാധുവിന് കഴിയുമോ? പ്രൊഫസർ മൂർച്ചയേറിയ കത്തികളും കൂർപ്പിച്ച കമ്പികളും തടിയിലുണ്ടാക്കിയ കുന്തങ്ങളും ചുറ്റികയും മറ്റും എടുത്തു പുറത്തു വച്ചു. തുടർന്ന് ഞങ്ങൾ എല്ലാവരോടുമായി ഇപ്രകാരം പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തി എത്ര നന്മ നിറഞ്ഞവനായിരുന്നാലും മരണശേഷം ഒരു രക്തരക്ഷസോ ദുഷ്ടപ്രേതമോ ആയി മാറിയാൽ എല്ലാ നന്മയും നഷ്ടപ്പെട്ട് തനി ദുർമൂർത്തിയായി മാറുന്നു. രക്തരക്ഷസുകളാൽ കൊല ചെയ്യപ്പെടുന്നവരും മരണശേഷം അതേപോലെയുള്ള ദുർമൂർത്തിയായി മാറും. ഇങ്ങനെ രക്തരക്ഷസുകളുടെ ഒരു വലിയ ശൃംഖല തന്നെ രൂപപ്പെടും. അവ മാനവ സമുദായത്തിനാകെ ഭീഷണിയായി മാറുന്നു. ഈ ഘോരസത്യം അറിയുന്നതിനാലാണ് നേരത്തെ ലൂസിയെ ചുംബിച്ചതിൽ നിന്നും ആർത്തറെ ഞാൻ വിലക്കിയത്. അന്ന് അവളെ ചുംബിച്ചിരുന്നെങ്കിൽ മരണാനന്തരം ആർത്തറും ഒരു രക്തരക്ഷസായി മാറുമായിരുന്നു. ആലോചിച്ചു നോക്കൂ, ഒരു രക്തദാഹിയായ ഗതികിട്ടാത്ത പ്രേതമായി അലയുന്ന ഭീകരാവസ്ഥ. അടുത്ത നാളുകളിലായി ലൂസിയാൽ ആക്രമിക്കപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇപ്പോൾ മരിച്ചാൽ രക്തരക്ഷസുകൾ തന്നെയായി പരിണമിക്കും. എന്നാൽ അതിനു മുമ്പ് ലൂസിയുടെ പ്രേതത്തെ ഇല്ലായ്മപ്പെടുത്തിയാൽ അഥവാ അവൾക്ക് സദ്ഗതി വരുത്തിയാൽ കാര്യങ്ങൾ മാറിമറിയും. ലൂസിയും രക്ഷപ്പെടും, അവളാൽ ആക്രമിക്കപ്പെട്ട കുഞ്ഞുങ്ങളും രക്ഷപ്പെടും. മറിച്ച് ഇവൾ ഈ നിലയിൽ തുടർന്നാൽ ഇനിയും ഏറെ കുഞ്ഞുങ്ങൾ, ചിലപ്പോൾ മുതിർന്നവരുമൊക്കെ ആക്രമിക്കപ്പെടും. അവരും ഇവളുടെ അടിമകളായി മാറും. മരണാനന്തരം രക്തദാഹികളായി അലയും. ആ ദുർസ്ഥിതി ഒഴിവാക്കാനാണ് ലൂസിയുടെ മൃതദേഹത്തിൽ വേണ്ട പരിഹാരക്രിയകൾ നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചത്. എൻ്റെ ആഗ്രഹം പറഞ്ഞാൽ ആർത്തർ തന്നെയാവണം ലൂസിയുടെ പ്രേതത്തെ ഇല്ലായ്മപ്പെടുത്താൻ തുനിയുന്ന ആദ്യത്തെയാൾ. എന്ത് പറയുന്നു മിസ്റ്റർ ആർത്തർ? പ്രൊഫസറുടെ വിശദീകരണത്തിൽ നിന്നും കാര്യത്തിൻ്റെ ഗൗരവവും സത്യസ്ഥിതിയും വ്യക്തമായി ബോധ്യപ്പെട്ട ആർത്തർ ഉന്മേഷപൂർവ്വം പ്രൊഫസറുടെ ആജ്ഞ പാലിക്കാൻ തയ്യാറാണ് എന്ന് സമ്മതിച്ചു. പ്രൊഫസർ കുന്തമെടുത്ത് ആർത്തറെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് അവളുടെ ഹൃദയഭാഗത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് ചുറ്റിക കൊണ്ട് ആഞ്ഞടിക്കണം. ആ സമയത്ത് ഞാൻ ബൈബിൾ വായിക്കാം. ആർത്തർ കുന്തവും ചുറ്റികയും ഏറ്റുവാങ്ങി. ആ സൗന്ദര്യ റാണിക്കിപ്പോൾ കൂടുതൽ മാദകത്വം വന്നതായി അയാൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും തോന്നി. ഭാര്യ ഭർത്താക്കന്മാരായി ഒന്നിച്ച് കെട്ടിപ്പിണർന്ന് കിടക്കേണ്ടവളാണിത്. യഥാവിധി വിവാഹം നടന്നിരുന്നെങ്കിൽ തങ്ങളുടെ ഉന്മാദം നിറഞ്ഞ ഹണിമൂൺ രാവുകളിലൊന്നാവുമായിരുന്നു ഇതും. വിധി എത്ര വലിയ ക്രൂരതയാണ് തങ്ങളോട് കാട്ടിയത്. മിന്നുകെട്ടേണ്ട കൈകൊണ്ട് അവളുടെ ഹൃദയത്തിൽ കുന്തമടിച്ചിറക്കാനാണല്ലോ തനിക്ക് ലഭിച്ച നിയോഗം. ഇങ്ങനെ പലതും ചിന്തിച്ചിട്ടുണ്ടാവും ആർത്തർ. അതുകൊണ്ടാവും അയാളുടെ കൈകളിൽ വിറയൽ പടർന്നിരുന്നു. വിറയാർന്ന കൈകളാൽ ആ ക്രൂരകൃത്യം ചെയ്യാൻ ആർത്തർ തുനിയുന്നത് കണ്ട് പ്രൊഫസർ ബൈബിൾ ഉറക്കെ വായിക്കാൻ തുടങ്ങി. ബൈബിൾ പകർന്ന നന്മയുടെ ആവേശം ഉൾക്കൊണ്ട് ആർത്തർ അതിശക്തിയായി തന്നെ കുന്തം ലൂസിയുടെ ഹൃദയത്തിലേക്ക് അടിച്ചിറക്കാൻ തുടങ്ങി.
എല്ലാവരെയും അത്ഭുത പരതന്ത്രരാക്കിക്കൊണ്ട് 7 ദിവസം പഴക്കം ചെന്ന ആ ശവശരീരത്തിൽ നിന്നും ചോര ചീറ്റി. വായിൽ നിന്ന് നുരയും പതയും വന്നു. ജീവനുള്ള ശരീരം പോലെ ഓരോ അടിയും ഏൽക്കുമ്പോൾ പിടയുന്നതും കണ്ടു. സത്യത്തിൽ ഞങ്ങൾക്ക് വല്ലാത്ത പേടി തോന്നി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇത്രയായിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ക്രമേണ ആ ശരീരം തികച്ചും നിശ്ചലമായി. ആർത്തർ ബോധം കെട്ട് ഒരു വശത്തേക്ക് ചരിഞ്ഞു വീഴാൻ ഭാവിക്കുന്നത് കണ്ട് ഞാൻ അയാളെ താങ്ങിപ്പിടിച്ചു. അതൊന്നും ശ്രദ്ധിക്കാതെ പ്രൊഫസർ മൂർച്ചയേറിയ കത്തികൊണ്ട് ലൂസിയുടെ ശിരസ് മുറിച്ചു മാറ്റി. അബോധാവസ്ഥയിലായതുകൊണ്ട് ആർത്തറിന് ആ കാഴ്ച കാണേണ്ടി വന്നില്ല. പാവം പ്രൊഫസർ ആ ദേഹത്തിലാകമാനം വെളുത്തുള്ളിപ്പൂക്കൾ വിതറി. പിന്നീട് പെട്ടി മൂടി. ഈ സമയം ബോധം വീണ്ടു കിട്ടിയ ആർത്തറയും കൂട്ടി ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്ക് നടന്നു. പിരിയാൻ നേരം പ്രൊഫസർ പറഞ്ഞു, നമ്മുടെ ഭാരിച്ച ജോലിയുടെ 1-ാം ഘട്ടമേ പൂർത്തിയായിട്ടുള്ളൂ. ഇതിനേക്കാളൊക്കെ എത്രയോ ഭയങ്കരമായ വെല്ലുവിളികളെയാണ് ഇനിയും നമുക്ക് നേരിടാനുള്ളത്. അസാധ്യമായ ഒന്നുമില്ല എന്ന് പറയാറില്ലേ, ഇതും നമുക്ക് സാധ്യമാകണം. നാം ഇത്രയും പേർ ഇപ്പോൾ ഒരു മനസ്സായി മാറിയിരിക്കുന്നു. നാം എല്ലാവരും ചേർന്ന് ദൃഢനിശ്ചയത്തോടെ ഭയം ലെവലേശം പോലുമില്ലാതെ അതും നമുക്ക് നിറവേറ്റണം. 2 ദിവസം കൂടി കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒത്തുകൂടണം. അപ്പോൾ ഞാൻ 2 പേരെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, നമുക്കിപ്പോൾ പിരിയാം. ഗുഡ് നൈറ്റ് എവരിബഡി. അധ്യായം 10. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. സെപ്റ്റംബർ 29. ഞങ്ങൾ പ്രൊഫസറുടെ ഹോട്ടലിൽ മടങ്ങിയെത്തിയപ്പോൾ പ്രൊഫസർക്ക് മീനയുടെ ടെലഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, മീന നാളെ എത്തും. ഞാനപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. താങ്കൾ സ്റ്റേഷനിൽ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെയാവാം എന്ന് ഞാൻ സമ്മതിച്ചു. ഞങ്ങൾ ഓരോ ചായ കുടിച്ചു. ചായ കുടിച്ചുകൊണ്ടിരിക്കെ പ്രൊഫസർ ജോനാഥൻ്റെ ഡയറിയുടെ ഒരു കോപ്പി എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് ശ്രദ്ധയോടെ വായിക്കുക. കാര്യങ്ങളുടെ വിശദാംശം അപ്പോൾ താങ്കൾക്ക് വ്യക്തമാകും. ഞാനത് അപ്പോൾ തന്നെ വായിച്ചു. അവിശ്വസനീയവും ഭീകരവും യുക്തിസഹജമല്ലാത്തതുമായ അനുഭവങ്ങളാണ് ജോനാഥന് ഉണ്ടായത്. ലണ്ടൻ നഗരത്തിലെ പരിഷ്കൃതമായ അന്തരീക്ഷത്തിൽ നിന്ന് ആ യുവാവ് ചെന്നുപെട്ടത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പിശാചുകോട്ടയിലേക്കാണല്ലോ. അവിടുത്തെ അനുഭവങ്ങൾ ആദ്യമൊക്കെ അയാൾക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരിക്കില്ല. ഒരു യഥാർത്ഥ പ്രഭുവാണെന്ന് നടിച്ച് അയാളെ കബളിപ്പിക്കാൻ ഡ്രാക്കുള ശ്രമിച്ചെങ്കിലും ഒടുവിൽ ശവപ്പെട്ടിയിൽ പകലുറങ്ങുകയും രാത്രി ഇറങ്ങി നടന്ന് രക്തം കുടിക്കുകയും ചെയ്യുന്ന ആ ഭീകരനെ തിരിച്ചറിഞ്ഞ ശേഷം ജോനാഥൻ ഏകനായി അവിടെ പിന്നിട്ട അനുഭവങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ നട്ടലിൽ വിറ കയറും പോലെ തോന്നി. ജോനാഥൻ അസാമാന്യ ധീരൻ തന്നെയാണ്, സംശയമില്ല. അതുകൊണ്ടാണല്ലോ അയാൾക്ക് ആ രാക്ഷസുകളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് തിരിച്ചെത്താൻ കഴിഞ്ഞത്. ആ കോട്ടയിൽ ജോനാഥൻ കണ്ട 3 സുന്ദരി യക്ഷികൾ ലൂസിയെ പോലെയുള്ള സാധു പെൺകുട്ടികളായിരുന്നിരിക്കും. ആ രക്തദാഹി അവരെയെല്ലാം ചോരയൂറ്റി കുടിച്ച് തൻ്റെ പിൻഗാമികളാക്കി മാറ്റി. അങ്ങനെ അവിടെയുള്ള ചോരയും നീരുമുള്ളവരെയൊക്കെ വകവരുത്തിയ ശേഷമാവും ഡ്രാക്കുള ലണ്ടനിലേക്ക് കുടിയേറാൻ തീരുമാനിച്ചത്. എത്ര ബുദ്ധിപരമായിട്ടാണ് ഇവിടെ അയാൾ സ്ഥലം വാങ്ങിയതും കപ്പൽ മാർഗം എത്തിച്ചേർന്നതും. ലണ്ടനിലെ അവൻ്റെ ആദ്യത്തെ ഇരയായിരിക്കും ലൂസി. ഇപ്പോഴാണ് പ്രൊഫസർ പറഞ്ഞ ആ മഹാദൗത്യത്തിൻ്റെ പ്രസക്തി എനിക്ക് ശരിക്കും മനസ്സിലായത്. എങ്ങനെയെങ്കിലും ആ രക്തരക്ഷസിൻ്റെ വിഹാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ അവൻ ഈ മഹാനഗരം രക്തരക്ഷസുകൾ വിഹരിക്കുന്ന മഹാനരകമായി മാറ്റും, സംശയമില്ല. പ്രൊഫസർക്കൊപ്പം നിന്ന് ഈ മഹാദൗത്യം വിജയിപ്പിക്കാൻ ഞാൻ മനസ്സിൽ ദൃഢനിശ്ചയമെടുത്തു. ഞാൻ 15 മിനിറ്റ് നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതിനു മുൻപ് കണ്ട പരിചയമില്ലെങ്കിലും പണ്ടിൽ നിന്ന് ഇറങ്ങിയ മീനയെ എനിക്ക് മുൻപേ തന്നെ അറിയാവുന്നത് പോലെയാണ് തോന്നിയത്. ആ സ്ത്രീയെയും കൂട്ടി ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. എൻ്റെ വീട് അത്ര സുഖപ്രദമാവില്ലെന്നും അതൊരു ഭ്രാന്താലയമാണെന്നും ഞാൻ മീനയെ മുൻകൂട്ടി ധരിപ്പിച്ചിരുന്നു. അത് സാരമില്ലെന്ന് ഒരു പുഞ്ചിരിയോട് അവൾ പറഞ്ഞു. അതുകൊണ്ടാവാം വീട്ടിലെ ബഹളങ്ങൾ കണ്ടിട്ട് അവൾക്ക് വലിയ അമ്പരപ്പൊന്നും തോന്നിയില്ല. മീനയുടെ ഡയറി. സെപ്റ്റംബർ 29. അല്പം വിശ്രമിച്ചിട്ട് ഞാൻ ഡോക്ടറുടെ മുറിയിൽ ചെന്നു. അദ്ദേഹം പുഞ്ചിരിയോടെ എന്നെ സ്വാഗതം ചെയ്തു. ഒരു കസേരയിൽ ഇരുന്നിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ, ലൂസിയെ ചികിത്സിച്ചതും അവളുടെ മരണം വരെ സദാ ഒപ്പമുണ്ടായിരുന്നതും താങ്കളാണല്ലോ. അവളുടെ അന്ത്യനാളുകളെക്കുറിച്ച് എനിക്ക് വിശദമായി അറിയണമെന്നുണ്ട്. അതിന് അക്കാലത്തെ അങ്ങയുടെ ഡയറി കുറിപ്പുകൾ എനിക്കൊന്ന് വായിക്കാൻ തരുമോ? അത് വേണ്ട, വളരെ ഭീതിജനകമാണത്. മീന അത് വായിക്കാതിരിക്കുന്നതാവും നന്ന്. ഡോക്ടർ എന്നെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോൾ എൻ്റെ ഊഹം ശരിയായിരുന്നു. ലൂസിയുടെ മരണത്തിന് കാരണക്കാരൻ ആ അരുകൊല പിശാച് തന്നെയാവും. അവനെ ഞങ്ങൾ നേരിട്ട് കണ്ടതുമാണല്ലോ. അതിനർത്ഥം അവൻ നഗരത്തിൽ സ്വൈരവിഹാരം ആരംഭിച്ചിരിക്കുന്നു എന്നല്ലേ? ലൂസിയുടെ കഥ കഴിച്ചിട്ടാവാം അന്ന് ആ വണ്ടിയിൽ കണ്ട പെൺകുട്ടിയുടെ പിന്നാലെ അവൻ കൂടിയത്. അവൻ്റെ വലയിൽ എത്ര സാധു പെൺകുട്ടികളാണാവോ പെടാൻ പോകുന്നത്.
ഇങ്ങനെയെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, അങ്ങ് കരുതും പോലെയല്ല എൻ്റെ സ്ഥിതി. ഞാൻ ആ രക്തരക്ഷസിനെക്കുറിച്ച് വളരെയധികം മനസ്സിലാക്കിയിരിക്കുന്നു. എൻ്റെ ഭർത്താവ് ജോനാഥൻ്റെയും എൻ്റെയും ഡയറിയിൽ പരിശോധിച്ചാൽ അങ്ങേക്കിത് വ്യക്തമാകും. പിന്നെ തടസ്സമൊന്നും പറയാതെ അദ്ദേഹം അകത്തു പോയി ഡയറി എടുത്തുകൊണ്ടുവന്ന് എനിക്ക് തന്നു. ഞാനത് വായിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അകത്തേക്ക് പോയി. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. സെപ്റ്റംബർ 29. എൻ്റെ ഡയറിയുമായി മുകളിലേക്ക് പോയ മീന വളരെ വൈകിയാണ് താഴേക്ക് ഇറങ്ങി വന്നത്. അവളുടെ കണ്ണുകൾ ആകെ കലങ്ങിയിരുന്നു. തീർച്ചയായും അവൾ കരയുകയായിരുന്നിരിക്കണം. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട തോഴി ലൂസിയുടെ അതിദയനീയവും അത്യസാധാരണവുമായ അന്ത്യം അവളെ വല്ലാതെ പിടിച്ചുലച്ചു കാണും. അതുകൊണ്ടാണ് എൻ്റെ ഡയറി വായിക്കണ്ട എന്ന് ഞാൻ അവളോട് പറഞ്ഞത്. വിഷാദമഗ്നയായ അവൾ ഡയറി എന്നെ തിരികെ ഏൽപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു കാണും. എന്തായാലും ഇനി ഇത് മറ്റാരും കാണണ്ട, ഞാൻ പെട്ടിയിൽ വച്ചേക്കാം. വിഷമിപ്പിച്ചു എന്നത് ശരിയാണ്, പക്ഷേ ഇനി അതാരും കാണണ്ട എന്ന തീരുമാനം തെറ്റുമാണ്. ഇതെല്ലാവരും കാണണം. ഞാനിതിൻ്റെ കോപ്പി എടുത്തു കഴിഞ്ഞു. നമ്മളോടൊപ്പം വരുന്നവരെല്ലാം ഇത് കാണണം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ലോകജനതയുടെ അന്തകനായ ആ ഘോര പിശാചിനെ എന്നേക്കുമായി നശിപ്പിക്കാൻ നമുക്ക് ഇത് തന്നെ വളരെ സഹായകരമാകും. വികാരഭരിതമായിരുന്നു അവളുടെ വാക്കുകൾ. ഒപ്പം അപാരമായ ആത്മവിശ്വാസവും അതിൽ പ്രകടമായി. അവളുടെ ഭർത്താവായ ജോനാഥൻ അനുഭവിച്ച ഭീകരപീഡകളെക്കുറിച്ചും ലൂസിയോട് ആ പിശാച് കാട്ടിയ ക്രൂരതയും ഒക്കെ ആലോചിക്കുമ്പോൾ അവൾക്ക് വികാരഭരിതയും പ്രതികാരദാഹിയുമാകാതിരിക്കാൻ ആവില്ലല്ലോ. ആത്മവിശ്വാസത്തിൽ കടഞ്ഞെടുത്ത ആ വാക്കുകൾ ഒരു പുരുഷൻ്റേതിനേക്കാൾ ധീരവും കർക്കശവുമായിരുന്നു. ഡ്രാക്കുള പ്രഭുവിൻ്റെ അന്ത്യം കുറിക്കാൻ ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണെന്നായിരുന്നു ആ വാക്കുകളുടെ വാച്യാർത്ഥം. നമ്മുടെ കൂടെ 2 പേർ കൂടി വരാനുണ്ട് എന്ന് പ്രൊഫസർ പറഞ്ഞത് മീനയും ജോനാഥനെയും ഉദ്ദേശിച്ചായിരിക്കുമെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. ജോനാഥനെ നേരിൽ പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും ആ ഡയറിയിലൂടെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവർ 2 പേരും പ്രൊഫസറുടെ ടീമിന് തികച്ചും അനുയോജ്യർ തന്നെ എന്ന് ഞാൻ കരുതി. സെപ്റ്റംബർ 30. മിസ്റ്റർ ജോനാഥൻ കൃത്യം 9 മണിക്ക് എത്തി. ബുദ്ധിശാലിയും ഊർജ്ജസ്വലനുമായ ആ യുവാവിനെ കണ്ടപ്പോൾ എത്രയോ നേരത്തെ പരിചയപ്പെട്ടതാണല്ലോ എന്ന തോന്നലാണ് ഉണ്ടായത്. ആ ഡയറി ആവാം അങ്ങനെ തോന്നാൻ കാരണം. ഔപചാരികമായ പരിചയപ്പെടലിന് ശേഷം അദ്ദേഹത്തെ ഞാൻ ഭക്ഷണമുറിയിലേക്ക് ആനയിച്ചു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. അപ്പോഴൊക്കെ ജോനാഥൻ്റെ അന്തസ്സുറ്റതും ചടുലവുമായ പെരുമാറ്റം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് ഇരുവരും കൂടി മുറിയിലേക്ക് പോയി. മിസ്റ്റർ ജോനാഥൻ ചില അന്വേഷണങ്ങൾ നടത്തിയതിൻ്റെ വിവരങ്ങൾ അടങ്ങിയ ഒരു കടലാസ് എന്നെ കാണിച്ചു. പ്രഭുവിൻ്റെ കപ്പലിൽ വന്ന പെട്ടികളുടെ നീക്കത്തെക്കുറിച്ചുള്ളതായിരുന്നു അത്. പ്രഭുവിൻ്റെ മുൻകരുതലുകൾ അത്ഭുതാവഹം തന്നെ. മറ്റൊരു അത്ഭുത വാർത്ത ഈ കടലാസിലുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീടാണത്രേ ഡ്രാക്കുള പ്രഭുവിൻ്റെ ഇപ്പോഴത്തെ ആസ്ഥാനം. തരക്കേടില്ല, നല്ല അയൽക്കാരൻ തന്നെ. വെറുതെ അല്ല റെൻഫീൽഡ് അന്ന് ആ വണ്ടിക്കാരനെ ആക്രമിച്ചതും തുടർന്നുണ്ടാക്കിയ ബഹളങ്ങളും എന്നിപ്പോൾ തോന്നുന്നു. ജോനാഥൻ്റെ ഈ കുറിപ്പുകളും മറ്റും നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ആ നശിച്ച പിശാചിനെ അവിടെ കുടിയിരിക്കാൻ അനുവദിക്കാതെ നോക്കാമായിരുന്നു. ലൂസിയുടെ മരണം പോലും ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. റെൻഫീൽഡ് അന്ന് കാട്ടിക്കൂട്ടിയ വിക്രിയകളെ തുടർന്ന് ശരിക്കൊരു അന്വേഷണമോ പഠനമോ നടത്തിയിരുന്നെങ്കിൽ കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടുമായിരുന്നു. അന്ന് പക്ഷേ അയാളുടെ ഭ്രാന്ത് മാത്രമായിട്ടാണ് അതൊക്കെ കണക്കാക്കിയത്. മീനയുടെ ഡയറിയിൽ നിന്നാണ് എനിക്ക് ചിലതൊക്കെ തെളിഞ്ഞു കിട്ടിയത്. റെൻഫീൽഡിൻ്റെ കഴിഞ്ഞുപോയ ഓരോ പ്രവൃത്തിയും ഞാൻ റീവൈൻഡ് ചെയ്തു നോക്കി. അന്ന് അയാൾ ആ വണ്ടിക്കാരനെ ആക്രമിച്ചത് ഭ്രാന്തിളകിയിട്ടാണെന്നേ കരുതിയുള്ളൂ. ആ വണ്ടിയിലാവണം പ്രഭുവിൻ്റെ പെട്ടികൾ വന്നത്. അതിനുള്ളിൽ വെറും മണ്ണായിരുന്നെന്നാണ് കപ്പിത്താൻ്റെ കുറിപ്പിലുള്ളതായി മീന രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ പെട്ടികളിലൊന്നിൽ തീർച്ചയായും ആ രക്തരക്ഷസും ഒളിഞ്ഞു കിടന്നിരിക്കണം. അതുകൊണ്ടാവാം റെൻഫീൽഡ് അന്ന് പ്രഭു, ഇതാ ഞാൻ അങ്ങയുടെ അടിമ എത്തിക്കഴിഞ്ഞു, എന്നെ കൈവിടരുതേ, ഞാനെന്നും അങ്ങയുടെ വിശ്വസ്തനായിരിക്കും എന്നൊക്കെ വിളിച്ചു കൂവിയത്. അന്ന് പരിചാരകർ അയാളെ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അത് വരുന്നുണ്ട്, അടുത്തടുത്ത് വരുന്നുണ്ട്. മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ റെൻഫീൽഡിന് ഡ്രാക്കുളയുമായി എന്താണ് ബന്ധമെന്നാണ്. ഒരുപക്ഷെ അയാളിലും വല്ല ഗൂഢശക്തിയും പ്രവർത്തിക്കുന്നുണ്ടാവും. പള്ളിവളപ്പിലേക്ക് അന്ന് അയാൾ ഓടിയതും മറ്റും ദുരൂഹതകൾ കൂടുതൽ വളർത്തുന്നു. അയാളെ ഒന്ന് പോയി നിരീക്ഷിക്കാമെന്ന് കരുതി ഞാൻ റെൻഫീൽഡിൻ്റെ മുറിയിലേക്ക് ചെന്നു. റെൻഫീൽഡ് ശാന്തനായി സുസ്മേരവദനായി ഇരിക്കുകയാണ്. ഇപ്പോൾ അയാളെ കണ്ടാൽ സ്ഥിരബുദ്ധിയുള്ള ഒരു സാധാരണ മനുഷ്യനെന്നേ തോന്നുകയുള്ളൂ. ഇവിടെ എത്തിയതിനു ശേഷം ഇത്ര സ്വസ്ഥനായി അയാളെ കാണുന്നത് ഇതാദ്യമാണ്. ഞാൻ അയാളുടെ അടുത്ത് ചെന്നിരുന്നു. അയാൾ എന്നെ സ്വാഗതം ചെയ്യും പോലെ ചിരിച്ചു. തുടർന്ന് പരീക്ഷണാർത്ഥം പല വിഷയങ്ങളെക്കുറിച്ചും എനിക്ക് തുല്യനായ ഒരാളോട് സംസാരിക്കുന്നത് പോലെ സ്വാഭാവികതയോടെ സംസാരിച്ചു. അയാൾ ഇതാദ്യമായി തികഞ്ഞ സ്വാഭാവികതയോടെ പ്രതികരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇനി തനിക്ക് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിക്കൂടെ എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്തു.
വീടിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അവിടേക്ക് മടങ്ങണമെന്ന് അയാൾ അഭിപ്രായപ്പെടുന്നതുമെല്ലാം എനിക്ക് അവിശ്വസനീയമായി തോന്നി. കാരണം ഇവിടെ എത്തിയതിന് ശേഷം ഇതുവരെ അയാൾ വീടെന്നൊരു സംഭവം തന്നെ മറന്ന മട്ടായിരുന്നു. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്നാണ് റെൻഫീൽഡ് ആവശ്യപ്പെട്ടത്. സാധാരണഗതിയിലുള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ റെൻഫീൽഡിൻ്റെ വിചിത്ര സ്വഭാവം, പെട്ടെന്ന് അയാളിൽ ഉണ്ടാക്കാവുന്ന മാറ്റവും ഇതിനു മുമ്പ് അയാൾ കാട്ടിയ വിചിത്ര പെരുമാറ്റങ്ങളും ഒക്കെ കൂടി പരിഗണിച്ചപ്പോൾ അയാളെ വിടാൻ തോന്നിയില്ല. ഇതിനു മുമ്പ് അയാൾ അക്രമാസക്തനായതെല്ലാം പ്രഭുവിൻ്റെ വരവും സാമീപ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു എന്ന് ഞാൻ ഓർമ്മിച്ചു. എത്ര ആലോചിച്ചിട്ടും ഇതിൻ്റെയൊക്കെ അർത്ഥം എനിക്ക് വ്യക്തമായില്ല. ഒരു പക്ഷേ സാധാരണ മനുഷ്യർക്ക് അജ്ഞാതമായ രക്തരക്ഷസുകളുടെ ആത്യന്തിക വിജയമായി ഇത്തരം സ്വാധീനങ്ങളെ വിലയിരുത്തേണ്ടി വരുമോ? സ്വതേ ഈച്ചകളെയും എട്ടുകാലികളെയും ഒരു കുരുവിയെപ്പോലും ജീവനോടെ ചവച്ചരച്ച് തിന്ന ഇയാൾ ഇവിടെ നിന്ന് ചാടിപ്പോയപ്പോഴൊക്കെ ഓടി അയൽവീട്ടിലെ അടച്ചിട്ട വാതിൽക്കൽ ചെന്ന് നിന്ന് ഒരു ഭൃത്യൻ്റെ വിനയത്തോടെ യജമാനനെ എന്ന് വിളിച്ചത് എന്തിനായിരിക്കും? ഇയാളുടെ ഇപ്പോഴത്തെ ശാന്ത സ്വഭാവവും സ്വാഭാവിക സംസാരവുമൊന്നും മുഖവിലയ്ക്ക് എടുക്കാനാവില്ല. അയാളോട് പ്രത്യേകിച്ചൊന്നും പറയാതെ ഞാൻ ഇറങ്ങിപ്പോന്നു. കാവൽക്കാരോട് അയാളെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണമെന്നും കൂടി പറഞ്ഞേൽപ്പിച്ചു. ജോനാഥൻ്റെ ഡയറി, സെപ്റ്റംബർ 29. മിസ്റ്റർ ബില്ലിംഗ്ടൻ്റെ കത്ത് കിട്ടിയതനുസരിച്ച് ഞാൻ ലണ്ടനിലേക്ക് പോകുകയാണ്. ട്രെയിനിലിരുന്നാണ് ഈ കുറിപ്പ് ഞാൻ എഴുതുന്നത്. ബില്ലിംഗ്ടൻ്റെ കത്ത് വായിച്ചപ്പോൾ വിറ്റ്ബിയിൽ നേരിട്ട് പോയി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നി. അതിനാണ് ഈ യാത്ര. പ്രഭു അയച്ച ആ പെട്ടികൾ എവിടെയാണ് ഇറക്കി സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. സ്റ്റേഷനിൽ ജൂനിയർ ബില്ലിംഗ്ടൺ കാത്തു നിന്നിരുന്നു. വളരെ സൗഹൃദപൂർവ്വമാണ് അയാൾ എന്നെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ആ വീട്ടിൽ എനിക്ക് ലഭിച്ച ആതിഥ്യവും ഹൃദ്യവുമായിരുന്നു. എൻ്റെ വരവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയ മിസ്റ്റർ ബില്ലിംഗ്ടൺ ആ ചരക്ക് നീക്കം സംബന്ധിച്ച രേഖകളും കത്തുകളുമൊക്കെ എനിക്ക് കൈമാറി. അക്കൂട്ടത്തിൽ പ്രഭുവിൻ്റെ കോട്ടയിൽ വെച്ച് ഞാൻ കണ്ട അയാളുടെ കത്തും ഉണ്ടായിരുന്നു. വളരെ തന്ത്രശാലിയായ അയാൾ എല്ലാ നീക്കങ്ങളും സംശയരഹിതവും സുരക്ഷിതവുമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അവിചാരിതമായി വല്ല തടസ്സവും ഉണ്ടായാൽ തന്നെ അതിനെയൊക്കെ തരണം ചെയ്യാൻ ആ ബുദ്ധിരാക്ഷസൻ മുൻകരുതലെടുത്തിരിക്കുന്നു. ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട ഇൻവോയ്സിൽ കാണിച്ചിരിക്കുന്നത് ഗവേഷണ ആവശ്യങ്ങൾക്കുള്ള 50 പെട്ടി മണ്ണ് എന്നായിരുന്നു. കൂടാതെ കാർട്ടർ പാർട്ടേൺസണിനുള്ള കത്തും ഒപ്പമുണ്ടായിരുന്നു. രണ്ടിൻ്റെയും ഓരോ കോപ്പി വീതം ഞാനെടുത്തു. ബില്ലിംഗ്ടണിൽ നിന്നും ഇതിലേറെ വിവരമൊന്നും കിട്ടാനില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ തുറമുഖത്ത് ചെന്ന് കോസ്റ്റ് ഗാർഡിനെയും തുറമുഖ ഉദ്യോഗസ്ഥന്മാരെയും കണ്ട് വിവരങ്ങൾ അന്വേഷിച്ചു. അവരെല്ലാവരും വളരെ സഹകരണം പ്രകടിപ്പിച്ചു. ആ പെട്ടികൾ കൈകാര്യം ചെയ്ത ജോലിക്കാരെ അവർ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അവർ പറഞ്ഞത് കൃത്യമായും 50 പെട്ടികൾ ഉണ്ടായിരുന്നെന്നും ആ പെട്ടികൾക്ക് അസാധാരണമായ ഭാരമുണ്ടായിരുന്നെന്നുമാണ്. അവരുടെ സംസാരത്തിൽ നിന്ന് എല്ലാവർക്കും എന്തോ അസ്വാഭാവികത തോന്നിയെന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്താതെയാണ് വിവരങ്ങൾ ശേഖരിച്ചത്. സെപ്റ്റംബർ 30. ഞങ്ങളുടെ സ്റ്റേഷൻ മാസ്റ്റർ വളരെ ഔദാര്യപൂർവ്വം എഴുതിയ ഒരു കത്തും കൊണ്ടാണ് ഞാൻ കിങ്സ് ക്രോസിലെ സ്റ്റേഷൻ മാസ്റ്ററെ കാണാൻ പോയത്. അവരിരുവരും അടുത്ത ചങ്ങാതിമാരായിരുന്നതുകൊണ്ട് ആ കത്ത് എനിക്ക് ഒരുപാട് സഹായകരമായി. രാവിലെ എത്തിയപ്പോൾ തന്നെ ഞാൻ ആ പെട്ടികളെക്കുറിച്ച് അന്വേഷിച്ചു. മാസ്റ്ററുടെ ആജ്ഞാനുസരണം സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിക്കുകയും 50 പെട്ടിയും അവിടെ എത്തിയതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഞാൻ കാർട്ടൺ പാറ്റേഴ്സിൻ്റെ കേന്ദ്ര കാര്യാലയത്തിലെത്തി. അവിടെയും എനിക്ക് നല്ല സ്വീകരണം ലഭിച്ചു. അവർ രജിസ്റ്റർ പരിശോധിക്കുകയും തുടർന്ന് കിങ്സ് ക്രോസിലെ ഓഫീസിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഒരാളെത്തി കാർഫാക്സിൽ പെട്ടികൾ എത്തിച്ചതിൻ്റെ രേഖകളും എന്നെ ഏൽപ്പിച്ചു. ഈ രേഖകളിലൊന്നും പെട്ടികളുടെ എണ്ണത്തിൽ ഒരു വ്യത്യാസവും കണ്ടില്ല. അവിടെ വെച്ച് പെട്ടികൾ ഇറക്കിയ ജോലിക്കാരിൽ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. പെട്ടികളുടെ പുറത്ത് എഴുതിയിരുന്ന ചില വാക്കുകൾ പോലും അയാൾ ഓർക്കുന്നുണ്ട്. അയാളിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ അടുത്തുകൂടി. അയാൾ അന്ന് ചെയ്ത ജോലിയെക്കുറിച്ച് ഒട്ടും സംതൃപ്തനല്ല. ഇത്രയും ശാപം കിട്ടിയ ഒരു പണി അതിനു മുൻപോ ശേഷമോ താൻ ചെയ്തിട്ടില്ല എന്നാണ് അയാൾ പറഞ്ഞത്. നൂറ്റാണ്ടുകളുടെ പൊടിയടിഞ്ഞ് ജീർണഗന്ധം വമിക്കുന്ന ആ പെട്ടികൾ കൈകാര്യം ചെയ്തപ്പോൾ അറപ്പ് തോന്നി. ആ പൊടിയിൽ തെന്നി വീണ് കാലോ കയ്യോ ഓടിയാതിരുന്നത് ഭാഗ്യം. ഞാനും എൻ്റെ കൂട്ടുപണിക്കാരും എങ്ങനെയെങ്കിലും ആ പണി തീർത്ത് ഇരുട്ടും മുൻപേ അവിടെ നിന്ന് രക്ഷപ്പെടാൻ തത്രപ്പെടുകയായിരുന്നു. വല്ലാത്തൊരു ശ്വാസം മുട്ടലായിരുന്നു ഞങ്ങൾക്ക് തോന്നിയത്. അയാൾ പറഞ്ഞത് തികച്ചും വിശ്വസനീയമായി തന്നെ എനിക്ക് തോന്നി. വാർണിൽ നിന്ന് കപ്പൽ കൊണ്ടുവന്ന 50 പെട്ടികളും കാർഫാക്സിലെ ആ പഴയ പള്ളിയിൽ വച്ചതായാണ് രേഖകൾ പറയുന്നത്. എന്നാൽ ഡോക്ടർ സെവാർഡിൻ്റെ ഡയറിയിൽ പറയുന്നത് അവയിൽ കുറേയെണ്ണം എങ്ങോട്ടോ കൊണ്ടുപോയെന്നാണ്. അതെ, അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണല്ലോ കിറുക്കൻ റെൻഫീൽഡ് ചെന്ന് വഴക്കുണ്ടാക്കിയത്. പിന്നീട് ഞാനും മീനയും കൂടിയിരുന്ന് കഠിനമായി ജോലി ചെയ്ത് ആ രേഖകൾക്ക് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കി. അധ്യായം 11. മീനയുടെ ഡയറി.
സെപ്റ്റംബർ 30. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ സംതൃപ്തയും സന്തോഷവതിയുമാണ്. എനിക്ക് തന്നെ എന്നെക്കുറിച്ച് അല്പം മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. നിസ്സാരയായ എനിക്കും ചില ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. ലോക നന്മയ്ക്കായി ഈ കൊച്ചു ജീവിതം ഉഴിഞ്ഞു വയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ജോനാഥനും ഇപ്പോൾ പഴയ വിഷാദഭാവമൊക്കെ മാറി ഊർജ്ജസ്വലനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ധീരതയും കർമ്മോത്സുകതയും നിശ്ചയദാർഢ്യവുമൊക്കെ എന്നിലേക്കും പകർന്നു കിട്ടിയതുകൊണ്ടാവാം എനിക്ക് ഈ അവസരത്തിൽ ഇത്രമേൽ സന്തോഷം തോന്നുന്നത്. ആ മനുഷ്യരും മൃഗവുമല്ലാത്ത പിശാചിൻ്റെ ഉന്മൂലനാശം വരുത്തുവാൻ ഒരുങ്ങി തിരിച്ചിരിക്കുന്ന ടീമിനൊപ്പം എൻ്റെ ജീവനെപ്പോലും തൃണവൽഗണിച്ച് നിത്യസാന്നിധ്യമായി ഞാനും നിലകൊള്ളും. എൻ്റെ പ്രിയപ്പെട്ട ലൂസിയെ അവൻ ചോരയൊറ്റു കുടിച്ച് കൊന്നതിൻ്റെ പ്രതികാരം ചോദിക്കാതെ എനിക്കിനി വിശ്രമമില്ല. സെവാർഡിൻ്റെ ഡയറി വായിച്ചപ്പോഴാണ് എൻ്റെ ലൂസി അവളുടെ വിവാഹ സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കെ അറുങ്കൊല ചെയ്യപ്പെട്ടതിൻ്റെ ഭീകരചിത്രം എനിക്ക് കിട്ടിയത്. ഇനി അങ്ങൻ്റെ അനുഭവം ഈ ലോകത്ത് ഒരു പെൺകുട്ടിക്കും ഉണ്ടാകരുത്. അതിനായി ഞങ്ങളുടെയൊക്കെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാലും വിരോധമില്ല. പിന്നീട് പ്രതീക്ഷിച്ചതിലും നേരത്തെ ആർത്തറും ക്വിൻസിയും എത്തി. ജോനാഥനും ഡോക്ടർ സെവാർഡും കൂടി പുറത്തു പോയിരുന്നു. ഞാൻ മാത്രമേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആർത്തറെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം നുറുങ്ങി. പാവം ആ ചെറുപ്പക്കാരൻ ലൂസി എന്ന സുന്ദരിയായ വധുവുമൊത്ത് മധുവിധു കൊണ്ടാടേണ്ട നാളുകളാണിത്. തൻ്റെ ജീവിതാഭിലാഷമാകെ തകർക്കപ്പെട്ടതിൻ്റെ വേദനയും നിരാശയും ആർത്തറുടെ മുഖത്ത് പ്രകടമായിരുന്നു. എങ്കിലും വളരെ ബുദ്ധിമുട്ടി ഒന്ന് പുഞ്ചിരിക്കാൻ അയാൾ ശ്രമിച്ചു. ലൂസിയുടെ മരണസമയത്തും പിന്നീട് കല്ലറയിൽ അവളുടെ ആത്മാവിന് ശാന്തി നൽകാൻ പ്രൊഫസർ വാൻ ഹെൽസിംഗ് നടത്തിയ പ്രവർത്തനങ്ങളിലും എല്ലാം അവർ ഇരുവരും സന്നിഹിതരായിരുന്നു എന്ന് സെവാർഡിൻ്റെ ഡയറിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന് അവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് അവർ അക്കാര്യങ്ങളൊന്നും പരാമർശിക്കാതെ അതുമിതുമൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞു, നോക്കൂ, കാര്യങ്ങളെല്ലാം എനിക്കറിയാം. ലൂസിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഡയറികളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനിയുള്ള നീക്കങ്ങൾക്ക് സഹായകമാകും വിധം അവയെല്ലാം ഞാനും എൻ്റെ ഭർത്താവ് ജോനാഥൻ ഹാർക്കറും കൂടി ടൈപ്പ് ചെയ്ത് ക്രമപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക എന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ ഓരോ കോപ്പി ഇരുവർക്കും കൊടുത്തു. ആർത്തർ അത് സശ്രദ്ധം വായിച്ചിട്ട് എന്നോട് ചോദിച്ചു, മിസ്സിസ് ഹാക്കർ, നിങ്ങളാണോ ഇതെല്ലാം എഴുതിയത്? അതെ എന്ന് ഞാൻ തലകുലുക്കി. ആർത്തർ തുടർന്നു, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു വ്യക്തതയുമില്ല. എന്നാൽ എൻ്റെ കാര്യത്തിൽ നിങ്ങളെല്ലാവരും എത്ര ദയാപൂർവം താല്പര്യമെടുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പദ്ധതികളെ പൂർണ്ണമായി അംഗീകരിച്ച് ഒപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ലൂസിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ നിങ്ങൾ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് എനിക്കറിയാം. പക്ഷേ അവൾ പോയല്ലോ, എന്നേക്കുമായി പോയല്ലോ. ഇത്രയും പറഞ്ഞ് തൊണ്ട ഇടറിക്കൊണ്ട് നിറഞ്ഞു കവിയുന്ന കണ്ണുകൾ എന്നിൽ നിന്നും മറച്ചു പിടിക്കാൻ അയാൾ മുഖം തിരിച്ചു. എനിക്ക് ആ പാവത്തിനോട് എന്തെന്നില്ലാത്ത സഹതാപം തോന്നി. ഞാൻ അയാളുടെ കൈപ്പത്തിയിൽ മെല്ലെ തലോടി. ക്വിൻസി ആർത്തറുടെ ചുമലിൽ മെല്ലെ ഒന്ന് തട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാനെന്നോണം ആർത്തർ എന്നോട് ഉള്ളു തുറന്ന് സംസാരിച്ചു. ലൂസിയുമായുള്ള ആർദ്രമായ അനുരാഗത്തിൻ്റെ നാളുകൾ അയാൾ ഒന്നൊന്നായി ഓർമ്മിപ്പിച്ചു. ഞാൻ നിശബ്ദയായി കേട്ടിരുന്നു. കുറേ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ആർത്തർ, എനിക്കറിയാം ലൂസി താങ്കൾക്ക് എത്ര പ്രിയപ്പെട്ടവളായിരുന്നു എന്ന്. മറിച്ച് താങ്കൾ അവൾക്ക് എത്ര പ്രിയങ്കരനായിരുന്നുവെന്നും. എനിക്കവൾ കൂട്ടുകാരിയായിരുന്നില്ല, പ്രിയപ്പെട്ട സഹോദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ താങ്കളുടെയും സഹോദരിയാണ് എന്ന് വിശ്വസിക്കുക. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും താങ്കൾക്ക് സാന്ത്വനം പകരാൻ ഈ അനുജത്തി ഉണ്ടാവും. എൻ്റെ വാക്കുകൾ അയാളെ വികാരഭരിതനാക്കി. എന്നിൽ നിന്നൊന്നും ഒളിച്ചു വയ്ക്കാനില്ലെന്ന തോന്നലോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആർത്തർ എൻ്റെ ദേഹത്തോട് ഒട്ടിനിന്ന് ശിരസ് എൻ്റെ തോളിലേക്ക് ചായ്ച്ചു. എൻ്റെ ഉള്ളിലെ മാതൃത്വം അയാളോടുള്ള വാത്സല്യമായി ഉറവെടുത്തു. ഞാൻ അയാളെ പുറത്ത് മെല്ലെ തട്ടി ആശ്വസിപ്പിച്ചു, ഒരമ്മ മകനെ തോളിൽ കിടത്തി പുറത്ത് തട്ടിക്കൊടുക്കും പോലെ. അതോടൊപ്പം ഞാൻ അയാളുടെ മുടിയിഴകൾക്കിടയിലൂടെ വിരലോടിക്കുകയും ചെയ്തു. അല്പനേരം അങ്ങനെ നിന്നിട്ട് ആർത്തർ എന്നിൽ നിന്നും വിട്ടുമാറി. കുറ്റബോധത്തോടെ എന്നെ നോക്കിക്കൊണ്ട് ആർത്തർ പറഞ്ഞു, നോക്കൂ സഹോദരി, ലൂസിയുടെ മരണശേഷം ഞാൻ സ്വസ്ഥമായി ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. എൻ്റെ വിങ്ങുന്ന മനസ്സ് മറ്റൊരാളുടെ മുന്നിൽ തുറന്നു കാട്ടാൻ കഴിഞ്ഞത് ഇപ്പോഴാണ്. വാത്സല്യനിധിയായ ഒരു സഹോദരിയുടെ സമാശ്വാസ വാക്കുകൾ കേൾക്കുന്നതും ഇപ്പോഴാണ്. ജീവിതകാലം മുഴുവൻ എന്നെ സ്നേഹിക്കുന്ന സഹോദരിയാവും മീനിയെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. തീർച്ചയായും പ്രിയപ്പെട്ട ലൂസിയുടെ നാമത്തിൽ നമുക്കിനിയെന്നും സഹോദരന്മാരായി തുടരാം. അത് പറഞ്ഞ് ഞങ്ങൾ കൈകൾ കൂട്ടിയിടിച്ചു. തുടർന്ന് പുറത്തേക്കിറങ്ങിയ ഞാൻ വരാന്തയിൽ നിന്നും ജനാലയിലൂടെ ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന ക്വിൻസി മോറിസിനെ കണ്ടു. എന്നെ കണ്ട് അയാൾ ചോദിച്ചു, ആർത്തറിന് എങ്ങനെയുണ്ട്? ഞാനൊന്നും പറഞ്ഞില്ല. എൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ നോക്കി ക്വിൻസി പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ആർത്തറിനെ സമാശ്വസിപ്പിക്കുകയായിരുന്നുവെന്ന്. അയാൾ ഭ്രാന്തിൻ്റെ വക്കോളം എത്തി നിൽക്കുകയായിരുന്നു. ലൂസിയുടെ വേർപാട് അയാളുടെ സകല സ്വപ്നങ്ങളും തകർത്തുവല്ലോ.
അയാൾക്കിപ്പോൾ വേണ്ടിയിരുന്നത് ഒരു സ്ത്രീയുടെ സാന്ത്വനമായിരുന്നു. ഇപ്പോൾ അയാൾക്കത് ലഭിച്ചു. ഇങ്ങനെ ആശ്വാസം പകരാൻ അയാൾക്ക് മറ്റാരുമില്ലല്ലോ. ക്വിൻസിയും ആർത്തറെ പോലെ ദുഃഖിതനാണെന്ന് എനിക്കറിയാം. അയാളും ലൂസിയെ മോഹിച്ചിരുന്നു. ലൂസിയുടെ മരണത്തിൽ ദുഃഖം നിറഞ്ഞ് വിങ്ങി നിൽക്കുന്ന ഹൃദയവുമായാണ് ക്വിൻസിയും കഴിയുന്നത്. അയാളെ കൂടി സമാശ്വസിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് തോന്നി. ക്വിൻസി, താങ്കളുടെ ഹൃദയവികാരം എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. താങ്കൾക്കും ഇപ്പോൾ ഒരു സഹോദരിയുടെ സമാശ്വാസം ആവശ്യമുണ്ട്. വരൂ. ക്വിൻസി വേഗം എൻ്റെ അടുത്തെത്തി എൻ്റെ കൈത്തലമെടുത്ത് ചുംബിച്ചു. അയാളുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഞാൻ സ്നേഹവാത്സല്യങ്ങളോടെ കുനിഞ്ഞ് അയാളുടെ കവിളിൽ ഒരു ചുംബനം നൽകി. തുടർന്ന് ഞങ്ങൾ ഇരുവരും ആർത്തറിൻ്റെ അടുത്തേക്ക് നടന്നു. പ്രിയപ്പെട്ടവരെ, കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി ഈ നോവലിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്കെല്ലാവർക്കും വിടാം.